ഗുഡ് ഈവനിങ് എഞ്ചിനീയേഴ്സ്. പ്രോഡക്റ്റ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആയ സോളിഡ് പറ്റി അല്ലെങ്കിൽ സർട്ടിഫൈഡ് സോളിഡ് വർക്ക്സ് അസോസിയേറ്റ് സ്കിൽസ് അച്ചീവ് ചെയ്യാൻ മലയാളത്തിൽ പഠിപ്പിക്കുന്ന എൻ്റെ മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റീരിയലിൻ്റെ മാസ് പ്രോപ്പർട്ടികളെ പറ്റിയാണ്. റിയൽ ലൈഫിൽ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ടാക്കണമെങ്കിൽ എന്ത് മെറ്റീരിയൽ വെച്ചിട്ട് ആ വസ്തു അല്ലെങ്കിൽ ആ ഒരു മോഡൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ? ആ ഒരു മോഡൽ പ്ലാസ്റ്റിക്കിൽ വേണോ, മെറ്റലിൽ ക്രിയേറ്റ് ചെയ്യണോ, അതോ തടി കൊണ്ട് ക്രിയേറ്റ് ചെയ്യണോ? ഇനിയിപ്പം പ്ലാസ്റ്റിക് ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ വുഡ് ആണെങ്കിൽ തന്നെ എന്ത് തരം പ്ലാസ്റ്റിക്കിൽ നമുക്ക് ആ മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും ഇല്ലേ? കാരണം ഓരോ മെറ്റീരിയലിനും വ്യത്യസ്ത പ്രോപ്പർട്ടികളാണ് അഥവാ വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള മാസുകൾ, വ്യത്യസ്തമായിട്ടുള്ള ഡെൻസിറ്റികൾ, വ്യത്യസ്തമായിട്ടുള്ള വെയ്റ്റുകൾ, ടെൻസൈൽ സ്ട്രെങ്ത്ത്. അതായത് സിമ്പിളായിട്ട് നമ്മളിപ്പം തടിയുടെ കേസ് തന്നെ എടുക്കാം. തടി ഇപ്പം തേക്കെന്ന് പറഞ്ഞ തടിക്ക് ഉണ്ടായിരിക്കുന്ന മാസും അതിൻ്റെ തടിയുടെ പ്രോപ്പർട്ടികളും ആയിരിക്കില്ല ഇപ്പം നമ്മൾ മറ്റേതെങ്കിലും തടി, ഇപ്പോൾ പൈൻ അല്ലെന്നുണ്ടെങ്കിൽ ബെലാസ എന്നൊക്കെ പറഞ്ഞ തടികൾ എടുക്കുമ്പോൾ തേക്കിനുണ്ടായിരിക്കുന്ന അതിൻ്റെ പ്രോപ്പർട്ടികളായിരിക്കില്ല മറ്റു തടികൾക്കുണ്ടായിരിക്കുക. ശരിയല്ലേ? അപ്പം നമ്മളൊരു പാർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്യും എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു മോഡൽ അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് നമ്മൾ സോളിഡ് വർക്ക്സിൽ മെറ്റീരിയൽസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് വഴി നമ്മൾ ഉണ്ടാക്കിയ മോഡലിന് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെർച്വലായിട്ട് ക്രിയേറ്റ് ചെയ്ത മോഡലിന് പർട്ടിക്കുലർ മെറ്റീരിയൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് വഴി ആ ഒരു മോഡൽ റിയൽ ലൈഫിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തുമാത്രം വെയ്റ്റും സെൻറ്റർ ഓഫ് മാസും വോളിയവും ഒക്കെ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോളിഡ് വർക്ക്സിൽ മെറ്റീരിയൽസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മോഡലിന് മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതെന്ന് നമുക്കിപ്പോൾ പഠിക്കാം. അതിനായിട്ട് ഞാനിപ്പം ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതുപോലെ ഒരു പ്ലെയിനിൽ നമ്മൾ ആദ്യം ഡ്രോ ചെയ്യുന്നു. ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കെച്ച് ഡ്രോ ചെയ്തിട്ട് അതിനെ ഫീച്ചേഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടികൾ നോക്കുന്നു. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, സ്കെച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ സ്കെച്ച് ചെയ്യാൻ പോവുകയാണ്. എനിക്കിപ്പം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ഫിയർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് ഞാനിവിടെ ഒരു ലൈൻ സെലക്ട് ചെയ്യുന്നു. ലൈൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ആർക്കാണ് വേണ്ടത്. ഓക്കെ, ഞാൻ ഡയമെൻഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 50. ഓക്കെ, അതിനുശേഷം ഞാൻ റിവോൾവ് ബോസ് എന്ന ഫീച്ചർ അപ്ലൈ ചെയ്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ആ റിവോൾവ് ബോസ് ഫീച്ചർ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇതിൽ സെൻറ്റർ ലൈൻ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സെൻറ്റർ ലൈൻ കൂടി വരയ്ക്കണം. ഓക്കെ, ഇത് ഫീച്ചേഴ്സിൽ വരുന്നു. റിവോൾവ് ബോസ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തു. ഒരു സ്ഫിയർ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു സ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു സ്ഫിയർ എനിക്ക് മെറ്റലിൽ വേണം. അതായത് മെറ്റൽ കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തുമാത്രം വെയിറ്റ് വരും, അതിൻ്റെ മാസ് എത്രയാണ്, അതിൻ്റെ ഡെൻസിറ്റി എത്രയാണ്, അതിൻ്റെ വോളിയം എത്രയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതേ ഒരു സ്ഫിയർ നമ്മൾ വുഡിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
എന്തായിരിക്കും അതിൻ്റെ മാസ്, എന്തായിരിക്കും അതിൻ്റെ വോളിയം, ഡെൻസിറ്റി എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മെറ്റീരിയൽസ് ആണ്. ഇത് സെയിം മോഡലാണ്, പക്ഷേ രണ്ട് മെറ്റീരിയൽസ് വെച്ച് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വെയ്റ്റിനും കാര്യങ്ങൾക്കും എല്ലാം മാറ്റം ഉണ്ടായിരിക്കും. ശരിയല്ലേ? അപ്പം നമുക്ക് ആ ഒരു കാര്യം നമുക്കിപ്പം നോക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെറ്റീരിയൽ ഈ ഡിസൈൻ ട്രീയിൽ ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എഡിറ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഐക്കൺ സെലക്ട് ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. വുഡുണ്ട്, റബ്ബറുണ്ട്, സിലിക്കൺ, കാർബൺ, ഗ്ലാസ് ഫൈബേഴ്സ്, പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി പ്ലാസ്റ്റിക്കുകൾ, ഡിഫറെൻറ്റ് ടൈപ്പ് പ്ലാസ്റ്റിക്കുകൾ, ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് പ്ലാസ്റ്റിക്കുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പം ആ പ്ലാസ്റ്റിക്കുകളൊക്കെ യൂസ് ചെയ്യുന്ന ഓരോ പ്ലാസ്റ്റിക്കുകൾക്കും വ്യത്യസ്ത തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ആണുള്ളത്. അപ്പം നമുക്ക് ഇപ്പം ആദ്യം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമുക്കിപ്പോൾ ഒരു തേക്ക്, നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് തേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തേക്ക് കൊണ്ട് നമ്മൾ ആ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ മാസ് പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ തേക്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു തേക്കെന്ന് പറഞ്ഞ തടിയുടെ പ്രോപ്പർട്ടീസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ അവൈലബിൾ ആയിട്ട് വരും. അതായത് അതിൻ്റെ എലാസ്റ്റിക് മോഡുലസ് എത്രയാണ്, അതിൻ്റെ പൊസിഷൻ റേഡിയസ് എത്രയാണ്, മാസ് ഡെൻസിറ്റി, ടെൻസൈൽ സ്ട്രെങ്ത്, കംപ്രസീവ് സ്ട്രെങ്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഇങ്ങനെ അവൈലബിൾ ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതുമാത്രമല്ല നമുക്ക് ഏത് യൂണിറ്റിലാണ് ഈ ഇൻഫർമേഷൻസ് വേണ്ടതെന്ന് നമുക്കിവിടെ മാനുവലായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഡിഫോൾട്ടായിട്ട് ഇവിടെ കിടക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SI യൂണിറ്റ്സ് ആണ്. SI യൂണിറ്റ്സിനെ പറ്റിയും നമ്മൾ ഇൻഡസ്ട്രിയലായിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് യൂണിറ്റ്സിനെ പറ്റിയും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് പഠിക്കുന്നത് വളരെ ഉപകാരപ്രദമാകും. അപ്പം ഇവിടെ നമ്മൾ യൂണിറ്റ്സുകൾ മാനുവലായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം SI യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ്സിൻ്റെ അബ്രിവേഷനാണ്. ഇംഗ്ലീഷ് യൂണിറ്റ്സ് അതായത് IPS, ഇഞ്ച് പൗണ്ട് സെക്കൻഡ്സ് എന്നുള്ളതിൻ്റെ അബ്രിവേഷനാണ് ഇംഗ്ലീഷ് യൂണിറ്റ്. അതുപോലെ തന്നെ മെട്രിക് യൂണിറ്റ് ഉണ്ട്, MKS സിസ്റ്റം, മാസ് കിലോഗ്രാം സെക്കൻഡ്സ് എന്നാണ് ഇതിൻ്റെ MKS സിസ്റ്റത്തിൻ്റെ അബ്രിവേഷൻ. അടുത്തത് SI സിസ്റ്റം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ SI സിസ്റ്റത്തിലാണ് കിടക്കുന്നത്. കാറ്റഗറി വുഡ്, തേക്ക്. ഓക്കെ, അപ്പം നമുക്ക് വുഡാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം അപ്ലൈ കൊടുക്കുക, ക്ലോസ് കൊടുക്കുക. ഓക്കെ, ക്ലോസ് കൊടുത്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു വുഡിൻ്റെ മെറ്റീരിയൽ ആ ഒരു സ്ഫിയർ എന്ന് പറയുന്നത് വുഡ് നമ്മുടെ തേക്കിൻ തടിയിലുണ്ടായി വന്നിട്ടുണ്ട്. ഓക്കെ, തേക്കിൻ തടിയിൽ തീർത്ത ഒരു ഗ്ലോബ് പോലത്തെ ഷേപ്പാണ്, അല്ലെങ്കിൽ ഒരു ഉണ്ടയാണ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തേക്കിൻ തടിയിൽ ഒരു ബോൾ ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഇതിൻ്റെ വെയ്റ്റും മാസും പ്രോപ്പർട്ടി എല്ലാം നോക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാർട്ടിൻ്റെ മാസ് പ്രോപ്പർട്ടി എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൂൾസിൽ വരുന്നു. ടൂൾസിൽ മാസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പം ഞാനിവിടെ നോക്കിയിട്ട് എനിക്ക് കാണുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇവാലുവേറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഈ മാസ് പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. ഈ മാസ് പ്രോപ്പർട്ടി എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു പാർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാർട്ടിൻ്റെ അതിൻ്റെ ഡെൻസിറ്റി എത്രയാണ്, മാസ് എത്രയാണ്, വോളിയം എത്രയാണ്, സർഫസ് ഏരിയ എത്രയാണ്, സെൻറ്റർ ഓഫ് മാസ് സർക്കിൾ ആയതുകൊണ്ട് Y ആക്സിസ് 25 എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. സെൻറ്റർ ഓഫ് മാസ്, അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ തന്നെ വരും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, അതെത്രയാണ്, ഓക്കെ എന്നെല്ലാം നമുക്കിവിടെ ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. ഇനി നമുക്കിപ്പം
ഇതിൻ്റെ മെറ്റീരിയൽ ചേഞ്ച് ചെയ്യണം, അതായത് ഈ വുഡിന് പകരം ഏതെങ്കിലും സ്റ്റീലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെറ്റീരിയലാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ വീണ്ടും വരിക, അതിനുശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് മെറ്റീരിയൽ എന്ന് കൊടുക്കുക. എഡിറ്റ് മെറ്റീരിയൽ കൊടുത്തതിന് ശേഷം വരുന്ന വിൻഡോയിൽ നമ്മൾ ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പം അയൺ ആണ് എടുക്കാൻ പോകുന്നത്. അയണിൽ ഗ്രേ കാസ്റ്റ് അയൺ കൊണ്ട് ആ ഒരു മെറ്റീരിയൽ, ആ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാസും ഡെൻസിറ്റി എത്രയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രേ കാസ്റ്റ് അയൺ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇൻഫർമേഷൻ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന തന്നെ അപ്ലൈ കൊടുക്കുന്നു, ക്ലോസ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അയണിൻ്റെ രൂപത്തിലേക്ക് ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഗ്ലോബ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ മാസ് പ്രോപ്പർട്ടി എടുത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ടൂൾസിൽ വരുന്നു, ഇവാലുവേറ്റ് എന്നുള്ളതിനകത്ത് വരുന്നു, മാസ് പ്രോപ്പർട്ടി എടുത്ത് നോക്കുന്നു. ഓക്കെ, മാസ് പ്രോപ്പർട്ടി എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും കാണാം നമുക്കിവിടെ ഡെൻസിറ്റി 0.01 ഗ്രാംസ് പെർ ക്യൂബിക് മീറ്റർ ഡെൻസിറ്റി ചേഞ്ച് ആയിട്ടുണ്ട്, മാസ് ചേഞ്ച് ആയിട്ടുണ്ട്, വോളിയം സെയിം തന്നെയാണ്, സർഫസ് ഏരിയ സെയിം തന്നെയാണ്. കാരണം ഇതൊരു സെയിം സ്ഫിയർ തന്നെയാണ് അല്ലെങ്കിൽ സെയിം ഗോളം തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ വോളിയം സർഫസ് ഏരിയ ഒന്നും ചേഞ്ച് ആയിട്ടില്ല, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ചേഞ്ച് ആയിട്ടില്ല. എന്നാൽ ഡെൻസിറ്റിയും മാസും മെറ്റീരിയൽ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ചേഞ്ച് ആയതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പം ഈ ഇവിടെ വന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ ഗ്രാം സെക്കൻഡ്സിലാണ് കിടക്കുന്നത്. നമുക്കിപ്പം ഇവിടെ മില്ലിമീറ്റർ, ക്യൂബിക് മില്ലിമീറ്ററിലാണ്, ക്യൂബിക് മില്ലിമീറ്റർ, സ്ക്വയർ മില്ലിമീറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ മില്ലിമീറ്ററിലല്ല നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അളവുകളിലാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റീരിയൽ, അതായത് നമ്മൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത അതേ യൂണിറ്റുകൾ തന്നെയായിരിക്കും ഇവിടെ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നമുക്ക് ക്യൂബിക് മില്ലിമീറ്ററിലല്ല വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് സിസ്റ്റം മാറ്റി സെലക്ട് ചെയ്താൽ മതിയാകുന്നതാണ്. ഇപ്പം സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്സിലാണ് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇവിടെ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാകും. ഇനി വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ റീകാൽക്കുലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണുണ്ട്. ആ റീകാൽക്കുലേറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷൻസും കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, 7.20 ഗ്രാംസ് പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത ഇതിപ്പോൾ ക്യൂബിക് സെൻറ്റിമീറ്ററിലാണല്ലോ ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഡെൻസിറ്റിയും മാസും വോളിയവും എല്ലാം ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യത്തെ അതേ മെറ്റീരിയലിലേക്കൊന്ന് തിരിച്ചു പോയിട്ട് ഈ ഒരു ഇൻഫർമേഷൻസ് ചേഞ്ച് ആവുന്നുണ്ടോ എന്ന് നമുക്കൊന്നുകൂടി വെരിഫൈ ചെയ്യാം. അതിനുവേണ്ടി ഞാനിത് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തിട്ട് മെറ്റീരിയൽ എന്നുള്ളതിൽ സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് വുഡാണ് വേണ്ടത്, അത് തേക്കാണ്. തേക്ക് അപ്ലൈ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തതിന് ശേഷം ടൂൾസിൽ വരുന്നു, ഇവാലുവേറ്റ് മാസ് പ്രോപ്പർട്ടി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എനിക്കിവിടെ ക്യൂബിക് സെൻറ്റിമീറ്ററിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഡെൻസിറ്റി നിങ്ങൾക്ക് കാണാവുന്നതാണ്, എന്താണ് ഇവിടെ വ്യത്യാസം വന്നിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ മാസ്, വോളിയം, സർഫസ് ഏരിയ എല്ലാറ്റിലും എന്ത് വേരിയേഷൻസ് ആണ് ഉണ്ടായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് വളരെ സപ്പോർട്ടീവാണ്. അതുവഴി പഠിക്കാൻ താല്പര്യമുള്ള ഒത്തിരി പേരിലേക്ക് ഈ വീഡിയോ ചെന്ന് എത്തപ്പെടും. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഐ എം സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.